ഈ സ്ക്യൂബ ഡൈവർ കടലിന്റെ ആഴങ്ങളിലേക്ക് അടിത്തട്ടിലേക്ക് നീന്തി പോകുന്ന സമയത്ത് പരിക്ക് പറ്റിയ ഒരു മീനെ കാണുകയാണ്. അതിനെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നതിന് പകരമായിട്ട് ഈ പുള്ളിക്കാരൻ അതിനെ പരിപാലിക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നിരന്തരമായ പരിചരണങ്ങൾ കാരണം ഈ പരിക്ക് പറ്റിയ മീൻ പതുക്കെ സുഖം പ്രാപിച്ച് വളരെ അനായാസം നീന്തി അകലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും എന്താ വിചാരിക്കുക, ഓക്കെ രക്ഷപ്പെട്ടു, ഇനി എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. കാരണം മനുഷ്യനെ പോലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഈ മീനെന്ന് പറയുന്നത്. അപ്പോൾ അതെവിടെയാണ് നീന്തിങ്ങ് പോയി കാണും, അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ബൈബൈ ആയിരിക്കും. അത്രയും ദിവസം പരിചരിച്ച് വളർത്തിയ ഒരു സാധനത്തിന് ലാസ്റ്റ് ബൈബൈ ആയിരിക്കും ആ പുള്ളിക്കാരന് വിചാരിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ സ്ക്യൂബ ഡൈവർ വീണ്ടും ഡൈവിങ് ഇറങ്ങിയ സമയത്ത് ഒരു മീൻ പുള്ളിക്കാരനെ നേരെ ഇങ്ങനെ കടന്നു വരിക. ദൂരെ നോക്കിയപ്പോൾ വളരെ പരിചിതമായ ഒരു ഷേപ്പാണ്. കാരണം പുള്ളിക്കാരൻ അത്രയും ദിവസം പരിചരിച്ച് വളർത്തിയൊരു മീനെ ഓൾറെഡി പുള്ളിക്കാരൻ തലേ ദിവസം ഇട്ടതാണ്. ഇനി അത് തന്നെ ആയിരിക്കും സംശയത്തോടെ പുള്ളി നോക്കിയപ്പോൾ ഈ മീൻ പുള്ളിക്കാരൻ കണ്ടതും ഓടി ഒരു കുഞ്ഞിനെ പോണൊക്കെ അടുത്ത് വന്ന് കൂടെ കളിക്കുകയൊക്കെ ചെയ്തു, സ്നേഹപ്രകടനമൊക്കെ കാണിച്ച്. അപ്പോൾ ഏതാ ആ മീൻ തന്നെ തിരിച്ച് വന്നിരിക്കുക പുള്ളിക്കാരനടുത്ത്. അങ്ങനെ തുടർന്നുള്ള 30 വർഷം പുള്ളിക്കാരൻ വീണ്ടും 30 വർഷത്തോളം ഇങ്ങനെ സ്ക്യൂബ ഡൈവിന് വരുന്നുണ്ട്. ഒരേ സമയത്തൊക്കെ ഈ പർട്ടിക്കുലർ സ്ഥലത്താട്ടോ, ഒരേ സമയത്തെല്ലാം ഇത് ചാടുമ്പോൾ ഈ മീൻ പുള്ളിക്കാരൻ അടുത്ത് വരും, ആ സന്തോഷ പ്രകടനങ്ങൾ കാണിക്കും, പുള്ളിക്കാരൻ അതിന് ആഹാരങ്ങളൊക്കെ കൊടുക്കും. ആ ബന്ധം അങ്ങനെ 30 വർഷത്തോളം നീണ്ടു വന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പല പല ബന്ധങ്ങൾ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കഥയുണ്ട്, ഒരു പെൻഗിനും മനുഷ്യനും തമ്മിലുള്ള കഥ. അതോടെ തന്നെ ഒരു മുതലയും മനുഷ്യനും തമ്മിലുള്ള കഥ. അതുപോലെ തന്നെ ഷാർക്ക്, ഒരു സ്രാവും ഒരു മനുഷ്യൻ ഇതോടൊക്കെ ഒരു ഡൈവറിനെ സ്നേഹിച്ച് വന്ന കഥയാണെങ്കിലും ഒരുപാട് കഥകളുടെയൊക്കെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സ്നേഹം പരക്കട്ടെ.